വെറുതെ പറയരുതല്ലോ. പിണറായി ഈസ് എ ലെജൻഡ്. ഏറ്റവും കൂടുതൽ കാലം കേരളം ഭരിച്ച വ്യക്തി, ഏറ്റവും കൂടുതൽ കാലം ഒരു പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന വ്യക്തി. ഇതൊന്നും ഒരു ഒരു സാധാരണ വ്യക്തിയെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളല്ല. ശരിക്കും ഹീസ് എ ലെജൻഡ്. പക്ഷെ കയ്യിരിപ്പ് നാട്ടുകാർക്ക് ഗുണമാണോ എന്ന് ചോദിച്ചാൽ അത് രണ്ടാമത്തെ കാര്യം. ബട്ട് ഹി ഈസ് എ ലെജൻഡ്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന മൂന്നാം പിണറായി സർക്കാർ അത് വരണം. ഇപ്പോൾ നിലവിൽ മുഖ്യമന്ത്രിയാവാൻ വേണ്ടി ഉടുപ്പും തച്ചുകൊണ്ടിരിക്കുന്നവരിൽ യോഗ്യൻ പിണറായി തന്നെയാണ്. അതിന് കാരണം പലതാണ്. കഴിഞ്ഞ കോൺഗ്രസ് സർക്കാർ ഭരണം വച്ച് ഒഴിഞ്ഞു പോകുമ്പോൾ അന്നും ഖജനാവ് കാലിയായിരുന്നു. അന്നത്തെ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിൻ്റെ ഒരു അതിബുദ്ധി ഉണ്ടായിരുന്നു. കിഫ്ബി വഴിയുള്ള ധനസമാഹരണം. പക്ഷെ തോമസ് ഐസക്കിനെ പോലുള്ള ഒരു മണ്ടൻ എന്ന് തന്നെ പറയാം. കാര്യം പണമുണ്ട്, കാശില്ല, അല്ലെങ്കിൽ ഈ അറിയാലോ, പുള്ളിക്ക് പലതിനെക്കുറിച്ചും യാതൊരു ഗ്രാഹ്യമില്ല. ആ പുള്ളി ആണ് ഇങ്ങനൊരു ഐഡിയ കൊണ്ടുവന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ പ്രയാസമാണ്. ഒരുപക്ഷെ അതും പിണറായിയുടെ ബുദ്ധി തന്നെ ആയിരിക്കണം. പിന്നെ ലാവ്ലിൻ കേസ് പോലുള്ള ഒരു കേസ്, അത് സുപ്രീം കോടതിയിൽ 33 പ്രാവശ്യം മാറ്റിവെക്കേണ്ടി വന്നു എന്ന് പറയുമ്പോൾ പുള്ളി ചില്ലറക്കാരനൊന്നുമല്ല. മനസ്സിലാക്കണം, ഹീസ് എ ലെജൻഡ്. ഇനി എത്രയോ പ്രമാദമായ കേസുകൾ പുള്ളിക്കെതിരെ ഭരണത്തിൽ ഇരിക്കുമ്പം തന്നെ ഇനി ഉണ്ടാവാൻ കേസുകളൊന്നുമില്ല. എല്ലാത്തിനും ശരിക്കും തെളിവുകൾ വരെ ഉണ്ടായിരുന്നു. എന്നിട്ടെന്ത് പറ്റി? ഒരു രോമത്തിലെങ്കിലും തൊടാൻ പറ്റിയോ? അപ്പോൾ അത് എല്ലാത്തിനെയും മാനേജ് ചെയ്യാൻ ഉള്ള അത്രയും കഴിവ് പുള്ളിക്കുണ്ട് എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. ഇനിയിപ്പോഴങ്ങോട്ടായാലും ഏത് കാര്യത്തിനും നിസ്സാരമായിട്ട് സൊല്യൂഷൻ കണ്ടെത്താൻ പുള്ളിക്ക് സാധിക്കും. ഇതേ പിണറായി ഭരിക്കുമ്പോൾ ഉണ്ടായിരുന്ന അലിഗേഷൻസ് മറ്റാരെങ്കിലും ഭരിക്കുമ്പോഴായിരുന്നുവെങ്കിൽ എന്തായിരുന്നതിനവസ്ഥ? ഉദാഹരണത്തിന് കമ്മ്യൂണിസ്റ്റുകാർ ആയിരുന്നു ഭരിച്ചതെങ്കിൽ ഇപ്പോൾ ക്ലിഫ് ഹൗസിലെ DVR ഉൾപ്പെടെ ഇടിവെട്ടിപ്പോയി. പ്രത്യേകിച്ച് DVRൽ മാത്രം ഇടിവെട്ടി അതങ്ങ് പോയി. വേറെ ആരെങ്കിലും ഭരിക്കുമ്പോഴാണെങ്കിൽ അതാരെങ്കിലും സമ്മതിക്കും? അതുപോട്ടെ, ഒരു സാധാരണക്കാരൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഓഫീസിൽ അവിടെ മാത്രം പ്രത്യേകിച്ച് ഇടിവെട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും സമ്മതിക്കുമോ? പക്ഷെ പിണറായി വിജയനെ അവിടെ അദ്ദേഹത്തിൻ്റെ കാര്യമാവുമ്പോൾ എല്ലാം ക്ലീനാണ്. സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടും അടുത്ത മുഖ്യമന്ത്രിയാവാനുള്ള പൂർണ്ണമായ യോഗ്യത ഇന്ന് നിലവിൽ ഉടുപ്പും തച്ചുകൊണ്ടിരിക്കുന്നവരിൽ പിണറായിക്ക് മാത്രമാണുള്ളത്. എല്ലാവരും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വോട്ട് കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. വീണ്ടും പിണറായിക്ക് ഒരവസരം കൂടെ കൊടുക്കുക. വരണം. കേരളം നന്നാവണമെങ്കിൽ അത് വരണം. കാരണം പുള്ളി പുറത്തിരിക്കുന്ന കാലം ഭരണം കിട്ടാണ്ട് പുള്ളി പുറത്ത് പോയാൽ വേറെ ആര് വന്നാലും ഭരിക്കാൻ പുള്ളി അനുവദിക്കത്തില്ല. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മരണം വരെയും ഇനി പിണറായി തന്നെ ആയിരിക്കണം കേരളം ഭരിക്കേണ്ടത്. എങ്കിലേ എന്തെങ്കിലും ഒരു
വികസനം ഉണ്ടാവുകയുള്ളൂ. അതല്ലാത്ത പക്ഷം ഇതിനേക്കാൾ വലിയ ശക്തനായ ഒരു നേതാവ് വരണം. ഒരു നേതാവ് മാത്രം പോരാ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊപ്പം അടിച്ച് നിൽക്കാൻ ശേഷിയുള്ളത്. സംസാരിച്ച് നിൽക്കാൻ അവരെ സംബന്ധിച്ചിടത്തോളം എന്ത് തന്നെ ആയാലും അവർ സംസാരിച്ച് നിൽക്കും. ഇന്ന് രാവിലെ പറഞ്ഞിട്ട് വൈകുന്നേരം പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറയാൻ തക്ക ശേഷി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കല്ലാതെ മറ്റാർക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്തൊക്കെ തന്നെ ആയാലും വീണ്ടും വരണം പിണറായി സർക്കാർ. ഇപ്പോൾ ശബരിമലയുടെ മോഷണത്തിൻ്റെ കാര്യം എടുത്താൽ അവിടെ മോഷണം നടത്തിയവരാരൊക്കെയാണ് എന്നും എന്താണ് സംഭവിച്ചതെന്നും വ്യക്തമായ ധാരണ പോലീസിനും പിണറായി സർക്കാരിനുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് അവരെ രക്ഷിക്കാനുള്ള എല്ലാ പഴുതുകളും, അതായത് അറിയാമല്ലോ, എങ്ങനെയൊക്കെ നോക്കിയാലും അവർക്കെതിരെ ഒരു കുറ്റപത്രം വന്നു കഴിഞ്ഞാൽ മാത്രമേ അവരെ ജയിലിനുള്ളിൽ തളച്ചിടാൻ പറ്റൂ. അപ്പോൾ അതിന് വഴിയൊരുക്കാതെ സ്വാഭാവികമായിട്ട് അവർക്കൊരു ജാമ്യം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിലും വലിയൊരു രക്ഷ വേറെ ഇല്ല. ഈസി ആയിട്ട് ആ കേസിൽ നിന്ന് ഊരിപ്പോകുന്നത് പോലെയാണ്. ഇനി ആ കേസ് ഏത് കാലത്ത് കോടതിയിൽ വരും എന്നുള്ളത് കണ്ടറിയും. കാരണം ഇതിലെ പ്രതികളെല്ലാം തന്നെ ഏകദേശം പ്രായമായവരാണ്. ഒരുപാട് പ്രായമൊന്നും ആയിട്ടില്ല. എന്നാലും ഒരു കോടതി നടപടികളൊക്കെ വരുമ്പോഴത്തേക്കും മിക്കവാറും എല്ലാം ചത്തുപുല്ലും കുരുക്കും. നിസ്സാരം. അതാണ്. അതിനുള്ള ബുദ്ധി വരെ അത് പിണറായി വിജയൻ അല്ലാതെ മറ്റൊരു വ്യക്തിക്ക് ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. ഇതിനു മുമ്പും പലരും ഭരിച്ചിട്ടില്ലേ. പക്ഷെ അവർക്കാർക്കും ഈ ഒരു, അതായത് അതിനെ വളഞ്ഞ വഴിയൊന്നോ അല്ലെങ്കിൽ ക്രിമിനൽ മൈൻഡെന്നോ എന്ത് വേണോ വിളിക്കാം. പക്ഷെ എന്ത് തന്നെ ആയാലും ഹി ഈസ് എ ലെജൻഡ്. ചുമ്മാ പറയരുതല്ലോ.